അപ്പം CPM എന്ന പാർട്ടി ഈ 2 ടേം വ്യവസ്ഥ അത് ഒരു നല്ല കാര്യമായിട്ടാണ് വ്യക്തിപരമായി എനിക്ക് തോന്നിയത്. അപ്പം അതിൽ രാഷ്ട്രീയം മാറ്റിവെച്ചാൽ പുതുമുഖങ്ങൾക്ക് കൂടുതൽ അവസരം കിട്ടുകയാണ്. പുതിയ ആളുകൾ രാഷ്ട്രീയത്തേക്ക് പാർലമെന്ററി രംഗത്തേക്ക് വരികയാണ്. അപ്പം ജിൻഡോയുടെ പാർട്ടി തന്നെ നോക്കൂ, ഇത്തവണ യൂത്ത് കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുകയാണ്. കൂടുതൽ പുതുമുഖങ്ങൾ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ അത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ജി സുധാകരനെ ചെയ്യാൻ കഴിയുന്നതെല്ലാം ഒരു നേതാവ് എന്ന നിലയിൽ എന്തൊക്കെ നൽകാൻ കഴിയും ആ രീതിയിലെല്ലാം പരിഗണിച്ചു. 71-ൽ SFIയുടെ ആദ്യത്തെ സംസ്ഥാന അധ്യക്ഷൻ മുതൽ ഇങ്ങോട്ട് ചെയ്യാൻ കഴിയുന്നത് 2 തവണ മന്ത്രിയായി, 7 തവണ മത്സരിച്ചു, അതിൽ 4 തവണ ജയിച്ചു. അത് മാത്രമല്ല പല രീതിയിൽ നോക്കൂ, നഗരസഭാ കൗൺസിലറായിരുന്നു, ജില്ലാ കൗൺസിൽ അധ്യക്ഷൻ, അങ്ങനെ നൽകാൻ പാർട്ടിക്ക് പരിഗണിക്കാൻ കഴിയുന്ന രീതിയിലൊക്കെ പരിഗണിച്ചു. ജിൻഡോയ്ക്ക് അഭിപ്രായമുണ്ടോ ഈ പുതുമുഖങ്ങൾ വരണ്ട, പുതുമുഖങ്ങളെ പരിഗണിക്കേണ്ട എന്നൊരു അഭിപ്രായമുണ്ടോ? പുതുമുഖങ്ങൾക്ക് വഴി മാറേണ്ടേ നേതാക്കൾ? തീർച്ചയായിട്ടും ആര്യ, പുതുമുഖങ്ങൾക്ക് വേണ്ടിയിട്ട് സീനിയർ നേതാക്കന്മാർ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കുന്ന ഒരു നല്ല മാതൃകയാണ്. ഒരു തർക്കവും എനിക്ക് ആ കാര്യത്തിലില്ല. പക്ഷേ അത് കേരളത്തിലെ എല്ലാ സംഘടനകൾക്കും എല്ലാ സ്ഥലങ്ങളിലും വേണം. അത് നമ്മുടെ ധർമ്മടത്തുള്ള DYFI നേതാക്കന്മാർക്ക് അവസരം കിട്ടണം. ടേം വ്യവസ്ഥയ്ക്ക് ബദലായിട്ട് അതീതമായിട്ട് പിണറായി വിജയന് കൊടുക്കുന്ന പരിഗണന മാറ്റിയിട്ട് അവിടുത്തെ ഒരു DYFI നേതാവിനെ മത്സരിപ്പിക്കണം. തളിപ്പറമ്പിൽ സംസ്ഥാന സെക്രട്ടറി മാറുമ്പോൾ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കാതെ മറ്റൊരു DYFI നേതാവിന് കൊടുക്കണം. വനിതയ്ക്കാണെങ്കിൽ മറ്റൊരു വനിതാ സുധാകരൻ എന്റെ അറിവിൽ 7 തവണ മത്സരിച്ചു. ധർമ്മടത്ത് മാത്രമല്ല, കൂത്തുപറമ്പിലും പിണറായി വിജയൻ 6 തവണയെ മത്സരിച്ചുള്ളൂ. ആ രീതിയിലും ജി സുധാകരന് കൂടുതൽ അവസരം കിട്ടി. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ജി സുധാകരനോട് പ്രത്യേക പരിഗണന തോന്നിയിട്ടല്ല പാർട്ടി കൊടുക്കുന്നത്. ജി സുധാകരനെ മത്സരിപ്പിച്ചാലേ ജയിക്കൂ എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ പരിഗണന പാർട്ടി കൊടുത്തത്. പാർട്ടിയുടെ ആവശ്യമായിരുന്നു അദ്ദേഹത്തിന് കൊടുത്ത പരിഗണന. അതിനപ്പുറത്ത് അദ്ദേഹത്തിന് 7 തവണ അവസരം കൊടുത്തു എന്നുള്ള പരിഗണനയെ ഞാൻ അംഗീകരിക്കുന്നു. CPMന്റെ ആ തീരുമാനത്തെയും അംഗീകരിക്കും. അത് കൊള്ളാവുന്ന തീരുമാനമാണ്. ടേം വ്യവസ്ഥ എല്ലാവരും നടപ്പാക്കേണ്ടതാണ്, കൊള്ളാവുന്ന പരിപാടിയാണ്. പക്ഷേ ഈ ടേം വ്യവസ്ഥ ജി സുധാകരന് മാത്രം ആപ്ലിക്കബിൾ ആണ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? പ്രായപരിധി ജി സുധാകരന് മാത്രം ആപ്ലിക്കബിൾ ആണ് എന്ന് പറഞ്ഞാൽ ാകുമ്പോ അത് പിണറായി വിജയൻ എന്താ ബാധകമാകാത്തത്? ജി സുധാകരനും പിണറായി വിജയനും വ്യത്യസ്ത തലത്തിലാണ് പ്രവർത്തിച്ചത്. രണ്ടുപേരുടെയും സമര പോരാട്ട ചരിത്രം ഒരുപോലെ തന്നെയല്ലേ? അതോ ജി സുധാകരന്റെ പാർട്ടി വേറെയും പിണറായി വിജയന്റെ പാർട്ടി വേറെയുമാണോ? അതോ പിണറായി വിജയന്റെ പാർട്ടി കുടുംബ സ്വത്താണോ ഈ പാർട്ടി? അപ്പൊ പിണറായി വിജയന് കൊടുക്കുന്ന പരിഗണന ജി സുധാകരനും അർഹതപ്പെട്ടതാണെന്ന് അദ്ദേഹം ചിന്തിച്ചാൽ തെറ്റില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, മന്ത്രിസ്ഥാനം കൊടുത്തത് കൊണ്ട് അഴിമതി നടത്താനോ സ്വജനപക്ഷപാതം നടത്താനോ മാസപ്പടി വാങ്ങാനോ അല്ല അദ്ദേഹം മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ റദ്ദ് ചെയ്യുന്നവർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ അദ്ദേഹത്തിന് ഏതെങ്കിലും അഴിമതി നടത്തിയതിന്റെ ചീത്തപ്പേരുണ്ടോ? മാസപ്പടി വാങ്ങിയതിന്റെ, പിൻവാതിൽ നിയമനത്തിന്റെയോ സ്വജനപക്ഷപാതത്തിന്റെ ചീത്തപ്പേരുണ്ടോ? അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ മത്സരിക്കണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന്റെ പുതിയ കാലഘട്ടത്തിന് പോർമുഖം തുറക്കുന്നതാ. ശരി.